ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ ആഴിമല ശിവക്ഷേത്രത്തിലെ ആ ഒരു ശിവശില്പം കാണുന്നതിനായിട്ടാണ് പോകുന്നത്. വിഴിഞ്ഞം പൂവാർ റൂട്ടിൽ ഒരു കടൽ തീരത്തോട് അടുത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ റൂട്ടിൽ മുന്നിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു കമാനത്തിനകത്തുകൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആഴിമല ശിവക്ഷേത്രം എന്ന പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്ററോടെ മുന്നിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ക്ഷേത്രം എത്തുന്നത്. ഇപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും റൈറ്റ് സൈഡിലേക്കാണ് ബൈക്കിൻ്റെയൊക്കെ പാർക്കിംഗ് ഏരിയ. കാറുകളൊക്കെ ആണെങ്കിൽ നേരെ അങ്ങ് താഴെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബൈക്കിൻ്റെയൊക്കെ പാർക്കിംഗ് ഏരിയയിലാണ്. അവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് തിരക്കൊക്കെ നല്ല കുറവായിരുന്നു. നിങ്ങളിപ്പോൾ മുന്നിൽ കാണുന്നതാണ് ആഴിമല ശിവക്ഷേത്രം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു ശിവൻ്റെ ശില്പം മുന്നിൽ കാണാൻ കഴിയുന്നതാണ്. പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തിലായിട്ടാണ്. മുൻവശത്ത് നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ആ ഒരു ശില്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രയ്ക്കും ഉയരമുള്ളതാണ് ആ ഒരു ശില്പം എന്ന് പറയുന്നത്. ഏകദേശം 55 അടിയോളമാണ് ഈ ശില്പത്തിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഉള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നിലായിട്ട് ആ ഒരു ശിവൻ്റെ ശില്പം കാണാൻ കഴിയുന്നതാണ്. ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു രാവിലത്തെ ചെറിയ തിരക്കാണ് നിങ്ങൾക്ക് മുന്നിലിപ്പോൾ കാണുന്നത്. ഗംഗാധരേശനായിട്ടുള്ള ഈ ഒരു ശിവരൂപത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് PS ദേവദത്തൻ എന്നൊരു വ്യക്തിയാണ്. വളരെ അട്രാക്റ്റീവായിട്ട് അദ്ദേഹത്തിന് ഈ ഒരു ശില്പം നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കൈകാലുകളിലെ പേശിയായാലും കഴുത്തിലെ സർപ്പവും രുദ്രാക്ഷമാലകളും തലയിലെ ജടയും പിന്നെ ആ ഗംഗാദേവിയുടെ രൂപവും ഒക്കെ വളരെയധികം ഡീറ്റെയിലിംഗ് ആയിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത് കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായിട്ടാണ്. അതുകൊണ്ട് തന്നെ രാവിലെയുള്ള സൂര്യകിരണങ്ങൾ തട്ടിയുള്ള ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. 4 കൈകളാണ് ഈ ഒരു ശിവരൂപത്തിനുള്ളത്. ഒരു കൈയിൽ ശൂലവും ഒരു കൈയിൽ ഉടുക്കും പിടിച്ചിട്ടുണ്ട്. അടുത്ത കൈ ജടകൾക്കിടയിലേക്കും 4ാമത്തെ കൈ തൻ്റെ തുടയിൽ വച്ചിരിക്കുന്നതുമായിട്ടാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ചെറുപ്പക്കാരനായ ദേവദത്തൻ ഈ ഒരു ശില്പം നിർമ്മിക്കുന്നതിന് 6 വർഷത്തോളം എടുത്തിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഈ ശില്പത്തിൽ നമുക്ക് കാണാനും കഴിയും. അത്രയ്ക്കും അട്രാക്റ്റീവായിട്ടാണ് അദ്ദേഹം ഈ ഒരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ശിവരൂപത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നത് വിശാലമായിട്ടുള്ള സമുദ്രമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ അസ്തമയ സൂര്യനോടൊപ്പം ഈ ഒരു ശിവരൂപം കണ്ടാൽ മതിയാവും. സമയം എത്ര തന്നെ കഴിഞ്ഞാലും വൈകുന്നേരം അനുഭവപ്പെടുന്ന പോലത്തെ ഒരു തിരക്ക് രാവിലെ ശിവരൂപം കാണാൻ വരുന്നവർക്ക് അനുഭവപ്പെടാറില്ല കേട്ടോ. ക്ഷേത്രത്തിനകത്ത് നിന്ന് ശിവരൂപമൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് നമ്മൾ. ഇനി നമ്മൾ ഇതിൻ്റെ ബീച്ച് ഏരിയയിലേക്കാണ് പോകുന്നത്. ഞാനീ നടക്കുന്ന ഇതേ ഭാഗത്തേക്കാണ് കാറൊക്കെ പാർക്ക് ചെയ്യുന്നതിനായിട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമുക്ക് മുന്നിലായിട്ട് കാണുന്നത് ക്ഷേത്രത്തിൻ്റെ കാവാണ്. ഒരു ചെറിയൊരു മനോഹരമായിട്ടുള്ളൊരു കാവ് പുറത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ താഴെയുള്ള കാർ പാർക്കിംഗ് ഏരിയയിലൂടെയാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബീച്ചിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട്. ബീച്ചിൻ്റെ വ്യൂ കൂടാണ്ട് ശിവരൂപത്തിൻ്റെ മറ്റൊരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ കൂടി നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ശിവരൂപത്തിൽ ജടയിൽ കൊടുത്തിരിക്കുന്ന ഓരോ മുടിയിഴകളും വ്യക്തമായിട്ട് ഈ താഴെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൈകളിലെ ഞരമ്പുകളൊക്കെ ഇവിടെ നോക്കുമ്പോൾ നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ മറ്റൊരു തരത്തിലുള്ളൊരു ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നുള്ള ബീച്ചിൻ്റെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ മണലും മറ്റൊരു വശത്ത് പാറക്കെട്ടുകളും നിറഞ്ഞതാണ് ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത്. പാറക്കെട്ടുകളിലേക്ക് വന്ന് തട്ടി തിരിച്ചു പോകുന്ന തിരമാലകളും വിശാലമായിട്ടുള്ള ആ ഒരു മണൽ നിറഞ്ഞ ബീച്ചും ഒക്കെ കണ്ട് കുറച്ചേരം ഞാൻ അവിടെ നിന്നു. അതും ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന നല്ല രസമുള്ള ഒരു കാഴ്ച തന്നെയാണ്.
ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ബീച്ചിൽ അതിൻ്റേതായിട്ടുള്ള തിരക്കൊന്നുമില്ല. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ മേളിലേക്ക് പോവാണ്. ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ശാന്തതയും ശിവരൂപവും ബീച്ചിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞാനിങ്ങ് മേളിലേക്ക് കയറി വന്നിട്ടുണ്ട്. വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ആഴിമല ശിവക്ഷേത്രം എന്ന് പറയുന്നതും ഈ ഒരു ശില്പം കാണാൻ വരിക എന്ന് പറയുന്നതും. ഇവിടെ രാവിലെ 5:30 മുതൽ 7:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെയാണ് സമയം എന്ന് പറയുന്നത്. ഒരു തവണയെങ്കിലും എല്ലാവരും ഈ ഒരു ക്ഷേത്രവും ശില്പവും ഒക്കെ വന്ന് കാണണം കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ ഒരു ശില്പത്തിന് ഉണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.